ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 158 തുടങ്ങി 161 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതിൽ വരുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതിലെ കാറ്റഗറൈസേഷൻ, ദെൻ പബ്ലിക് റവന്യൂ, ഏതെല്ലാം സോഴ്സസ് ആണ് ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്നത്, ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓരോന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. 8th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ? അതായത് ഗവൺമെൻറ് പണം ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. സാലറി, ഇൻട്രസ്റ്റ്, എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, വെൽഫെയർ പെൻഷൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, പോർട്ട് കൺസ്ട്രക്ഷൻ, എനർജി പ്രൊഡക്ഷൻ, എയർപോർട്ട് കൺസ്ട്രക്ഷൻ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിലെല്ലാം പഠിക്കണമെന്നില്ല, ഒരു 5-6 എണ്ണം എങ്കിലും മിനിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? എന്താണ് പൊതുച്ചെലവ്? ആൻസർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് വികസനത്തിനും വികസനേതര പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ ചെലവഴിക്കുന്ന തുകയാണ് പൊതുച്ചെലവ് എന്ന് പറയുന്നത്. സർക്കാർ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനനുസരിച്ച് പൊതുച്ചെലവ് വർദ്ധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു കാറ്റഗറൈസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതുച്ചെലവുകളെ എങ്ങനെ തരംതിരിക്കാം? ആൻസർ, ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് വികസന ചെലവ്. Expenditures directly related to economic and social development of the country are called developmental expenditure. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ട ചെലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, കൺസ്ട്രക്ടിംഗ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബേഴ്സ് ആൻഡ് സ്റ്റാർട്ടിംഗ് ന്യൂ എൻ്റർപ്രൈസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് കാറ്റഗറി, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് വികസനേതര ചെലവ്. Non-developmental expenditure is the one incurred by the government on a regular basis for national interest and public services. അതായത് ദേശീയ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ സ്ഥിരമായി നടത്തുന്നതാണ് വികസനേതര ചെലവുകൾ. എക്സാമ്പിൾ, എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ ഡിഫൻസ്, ഇൻട്രസ്റ്റ്, പെൻഷൻ, എപ്പിഡമിക് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്സ്? അതായത് എന്തുകൊണ്ടാണ് വികസന ചെലവുകൾ ഉൽപ്പാദന ചെലവ് എന്നും അറിയപ്പെടുന്നത്? ആൻസർ നോക്കാം. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. സോ ദീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്സ്. അതായത് വികസന ചെലവുകൾ ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകുന്നു. അതിനാൽ ഈ വികസന ചെലവുകൾ ഉൽപ്പാദന ചെലവ് എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പബ്ലിക് റവന്യൂ? എന്താണ് പൊതുവരുമാനം? ആൻസർ, ദ ഗവൺമെൻറ് നീഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ദ പബ്ലിക് റവന്യൂ ഈസ് ദ വെൽത്ത് ദാറ്റ് ദ ഗവൺമെൻറ് കളക്ട്സ് ഫ്രം വേരിയസ് സോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് വൻ തുക ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സർക്കാർ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന സമ്പത്താണ് പൊതുവരുമാനം. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ? പൊതുവരുമാനത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ആൻസർ, ദ ഗവൺമെൻറ് മേക്സ് റവന്യൂ ഫ്രം 2 മേജർ സോഴ്സസ്, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അതായത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്നിങ്ങനെ 2 പ്രധാന സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം ഉണ്ടാക്കുന്നത്. ദ റവന്യൂ വിച്ച് ഗവൺമെൻറ് ഗെറ്റ് ഫ്രം ടാക്സസ് ഈസ് കോൾഡ് ടാക്സ് റവന്യൂ. ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, സെയിൽസ് ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ടാക്സ് റവന്യൂ. നികുതിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ നികുതി വരുമാനം എന്ന് വിളിക്കുന്നു. ആദായ നികുതി, കെട്ടിട നികുതി, വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ നികുതി വരുമാനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. നോൺ ടാക്സ് റവന്യൂ ഇസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ്. ഫീ, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ എക്സാമ്പിൾസ്. നികുതി ഒഴികെയുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. ഫീസ്, പിഴ, ഗ്രാൻറ്റുകൾ, ലാഭം, പലിശ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതാണ് ചോദ്യം.
ആൻസർ നോക്കാം. ഡയറക്റ്റ് ടാക്സ് is the tax remitted by the person on whom tax is levied. This means that the taxpayer himself bears the burden of the tax. Income tax and building tax are examples. നികുതി ചുമത്തുന്ന വ്യക്തി അടയ്ക്കുന്ന നികുതിയാണ് നേരിട്ടുള്ള നികുതി. നികുതിദായകൻ തന്നെയാണ് നികുതിയുടെ ഭാരം വഹിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. ആദായ നികുതിയും കെട്ടിട നികുതിയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. Indirect tax are the tax levied on one individual is paid partially or completely by another. സെയിൽസ് ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. പരോക്ഷ നികുതി എന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾ ഭാഗികമായോ പൂർണ്ണമായോ അടയ്ക്കുന്ന നികുതിയാണ്. വിൽപ്പന നികുതിയും വിനോദ നികുതിയും പരോക്ഷ നികുതിയുടെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോൾഡ് ടാക്സ്? എന്താണ് നികുതി എന്ന് പറയുന്നത്? ആൻസർ, ടാക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ പബ്ലിക് ഷുഡ് റെമിറ്റ് ടു ദ ഗവൺമെൻറ് ടു ബെയർ ദ എക്സ്പെൻസസ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ദ പേഴ്സൺ ഹൂ റെമിറ്റ്സ് ടാക്സസ് ഈസ് കോൾഡ് എ ടാക്സ് പെയർ. അതായത് പൊതു താൽപ്പര്യം മുൻനിർത്തി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ചെലവുകൾ വഹിക്കാൻ പൊതുജനങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകയാണ് നികുതി. നികുതി അടയ്ക്കുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. ഇനി പേജ് നമ്പർ 159 ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിൽ അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിൽ വരുന്നത് ഏതെല്ലാമാണെന്ന്. എനർജി ജനറേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, ഇൻഡസ്ട്രീസ്. ഇത്രയാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇനി നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഇൻട്രസ്റ്റ്, എപ്പിഡമിക്, വെൽഫെയർ, പെൻഷൻ, ലയബിലിറ്റി, സബ്സിഡീസ്, വാർ, ഡിഫൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.